ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു 4 മണി പലഹാരം റെഡിയാക്കിയാലോ? എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയേക്കണേ. എന്നാൽ ഞാനിടുന്ന വീഡിയോ ഒക്കെ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഇതാ ഞാനിവിടെ ബ്രെഡ് ഒരു പാക്കറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട്. മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ചെടുത്തിട്ടുണ്ട്, ഗരം മസാല കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, കാപ്സിക്കം അരിഞ്ഞതുണ്ട്, മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, നമ്മുടെ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പച്ചമിളകായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ബ്രെഡ് എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇതേ ചെറിയ കഷ്ണങ്ങളാക്കി ഇടുവാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ നമ്മുടെ മസാലക്കൂട്ടുകൾ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. സബോള ഇട്ട് കൊടുത്തു, നമ്മുടെ തക്കാളി അടുത്തായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്, നമ്മുടെ മുളകായി ഇട്ട് കൊടുക്കുന്നുണ്ട്, മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്, ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഒന്ന് നന്നായിട്ട് ഇട്ടതിന് ശേഷം നമ്മുടെ മസാലക്കൂട്ടുകൾ കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഇട്ടു, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു, നമ്മുടെ ഗരം മസാല കൂടി കുറച്ച് അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. ശകല ഉപ്പും കൂടെ ചേർത്താൽ വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പം കുറച്ച് ഉപ്പും കൂടെ ചേർക്കുക. വെള്ളം വേണമെങ്കിൽ കുറച്ച് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. ഇത് ഇളക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ ചെറിയ ബോളുകളായിട്ട് ഇത് ഞാൻ ഉരുട്ടിയെടുക്കുന്നുണ്ട്, കാണുന്നുണ്ടല്ലോ. അപ്പം ഇതുപോലെ ചെറിയ ചെറിയ ബോളുകളായി ഒരു 4 പേർക്ക് കഴിക്കാൻ മാത്രം ഇതാ ബോളുകളെല്ലാം ഉരുട്ടി റെഡിയാക്കി പ്ലേറ്റിൽ ഏകദേശം ബോൾ ഉരുട്ടി തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും നമ്മൾ എണ്ണ വേണമെങ്കിൽ സ്റ്റൗവിൽ നമുക്ക് വെച്ച് തിളപ്പിക്കാം. ആ സമയം കൊണ്ട് നമ്മൾ ബോൾ ഉരുട്ടിയെടുക്കുന്ന ഇതാ എണ്ണയൊക്കെ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തിളച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ ബോൾ അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, ഇതാ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു 7 ബോൾ ഫ്രൈ ചെയ്തെടുക്കാം എന്ന രീതിയിലാണ് എണ്ണ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ആ 7 ബോൾ ഞാനിപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പൊടിയുന്ന പോലെ ഇട്ട് ഇളക്കരുത്. ജസ്റ്റ് നമ്മൾ കരിഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനെ എടുത്ത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, നല്ല ക്രിപ്സി ആയിട്ട്. അപ്പം നല്ല കളറ് കാണുന്നുണ്ടോ? ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് 4 മണിക്ക് ഒരു പലഹാരങ്ങളൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾ പറയണം ഇതിൻ്റെ പേര് എന്ത് ഇടണമെന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ കുറച്ച് മല്ലിയിലയൊക്കെ അരിഞ്ഞ് മേളിൽ കൂടെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ ബ്രെഡ് കൊണ്ടുണ്ടാക്കി ഒരു 4 മണി പലഹാരം തയ്യാറാക്കിയിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്, വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.